നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നത് എന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുമായിരുന്നു മറുപടി. തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകുകയുണ്ടായി. നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ട് കരഞ്ഞിരുന്നു. രാത്രി കിടക്കുന്നതിനു വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു. ലഭിച്ച പത്രം മുഴുവൻ അഫാൻ വായിച്ചു തീർത്തു. തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങി. തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി. എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയത് എന്നുമാണ് അഫാൻ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തെരഞ്ഞിട്ടില്ല എന്നും മൊബൈൽ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത്. അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു. അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മക്കളും വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു. അതിന് ഒരു മാർഗവും വന്നില്ല. ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി അഫാൻ തെളിവെടുപ്പിനിടെ മൊഴി നൽകിയിട്ടുണ്ട്. ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പരിശീലനക്കാരിൽ നിന്ന് കൂടുതൽ പണവും വാങ്ങിയെന്നും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. അഫാൻ 2 ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടുകൂടിയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത്. സുഹൃത്ത് ഫർസാനയിൽ നിന്നും വാങ്ങിയ മാല ഫർസാനയും തിരികെ ചോദിച്ചിരുന്നു. ഫർസാന പിതാവ് അറിയാതെയാണ് അഫാന് മാല കൈമാറിയത്. പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത്. അഫാൻ പറഞ്ഞ 70 ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത തുടങ്ങി എന്നുമാണ് വിവരം. എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷവും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഡിഎംഒയ്ക്ക് ഉടൻ കത്ത് നൽകും. ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് തീരുമാനം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായി അമ്മുമ്മ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്നും തെളിവെടുപ്പ് നടക്കുന്നത്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയോടുകൂടി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാക്കും. സൽമ ബീവിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൊലയ്ക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പിന് കൊണ്ടുപോകും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ അമ്മുമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോട് വീട്ടിലും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ പെരുമേലയിൽ വീട്ടിലും എത്തിച്ചാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കനത്ത സുരക്ഷയിലായിരുന്നു പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ്. വൈകിട്ട് 4:30 ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് തുടങ്ങിയത്. 3 കേസുകളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ള ആശുപത്രിയിലേക്ക് പോയി മാത്രമാണ് കൊലപാതകങ്ങൾ നടത്തുവാൻ വേണ്ടി സഞ്ചരിച്ച അതേ പാതയിലൂടെ കൃത്യമായി തെളിവെടുപ്പ് പോലെ തന്നെയാണ് അത് ചോദിച്ച് മനസ്സിലായി പോയ വഴി ബൈക്കിൽ കാണിച്ചു കൊടുക്കുന്ന പോയ അതേ വഴിയിൽ
അതിന്റെ ഇപ്പൊ ലൈവില്ല ഇറങ്ങി അങ്ങനെ കയറുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യം സൽമാ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ താഴെ പാങ്ങോട്ട് വീട്ടിലായിരുന്നു തെളിവെടുപ്പ്. പ്രതി അഫാനെ കൊണ്ടുവരുന്ന വിവരം അറിഞ്ഞ സ്ഥലത്ത് നാട്ടുകാർ അടക്കം തടിച്ചുകൂടിയിരുന്നു. 10 മിനിറ്റോളം നീണ്ട തെളിവെടുപ്പിന് കൊല നടത്തിയത് എങ്ങനെയാണെന്ന് അഫാൻ പോലീസിനോട് വിവരിച്ചു. പിന്നാലെ പെരുമേലയിൽ വീട്ടിലേക്ക് എത്തിച്ചു. അമ്മ ഷെമീനയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും ചുറ്റികൊണ്ടടിച്ച് കൊലപ്പെടുത്തിയതും ഈ വീട്ടിൽ വെച്ചായിരുന്നു. ഇവിടെ 3/4 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ്. നേരത്തെ തന്നെ ഇവിടെ പോലീസിനെ വിന്യസിച്ചിരുന്നു. രണ്ടിടത്തും നാട്ടുകാരും ബന്ധുക്കളും എത്തിയിരുന്നുവെങ്കിലും പ്രതികരിക്കാതോ അല്ലെങ്കിൽ കൂകി വിളിക്കുവാനോ തന്നെ ആരും തയ്യാറായിരുന്നില്ല. ഒരു തരത്തിലുമുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. തെളിവെടുപ്പിന് ശേഷം അഫാനെ പാങ്ങോട് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചു. ഇന്നലെയാണ് അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ തളർന്നു വീണത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയതോടുകൂടിയായിരുന്നു വൈകിട്ട് തെളിവെടുപ്പിന് എത്തിച്ചത്.